വാട്സാപ്പിൽ നമ്മൾ എല്ലാവരും നേരിടുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഒരുപാട് ആളുകൾ എനിക്ക് ദിവസവും മെസ്സേജുകൾ അയക്കാറുണ്ട്, ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചോദിച്ചിട്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്തതാണ്. നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രശ്നം നേരിടുന്നവരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വാട്സാപ്പിൻ്റെ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും ഒക്കെ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സുഹൃത്തുക്കൾക്ക് വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ പല ആളുകളും പറയുന്നത് അത് ലിങ്ക് മാത്രമാണ് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ പ്രീവ്യൂ അല്ലെങ്കിൽ തമ്പനെയിൽ ഒന്നും കാണുന്നില്ല എന്ന്. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ തന്നെ ഒരു വീഡിയോ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലിങ്ക് കോപ്പി ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ വാട്സാപ്പിൽ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുത്തിട്ട് ഞാനിപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ലോങ് പ്രസ് ചെയ്യും, എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ലിങ്ക് മാത്രമേ കാണുന്നുള്ളൂ, അതിൻ്റെ പ്രീവ്യൂ അല്ലെങ്കിൽ തമ്പനെയിൽ ആ വീഡിയോ എന്താണ് ഒന്നും കാണുന്നില്ല. കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും അങ്ങനെ തന്നെയാണുള്ളത്. സെൻഡ് ചെയ്യുമ്പോൾ ആ ലിങ്ക് മാത്രമാണ് സെൻഡ് ചെയ്യുന്നത്. ഇതാണ് ആദ്യത്തെ പരാതി. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക വാട്സാപ്പിൻ്റെ, എന്നിട്ട് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പ്രൈവസി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഡിസബിൾ ലിങ്ക് പ്രീവ്യൂസ് എന്ന ഈ ഒരു ഭാഗം എനബിൾ ആണെങ്കിൽ അതൊന്ന് ഡിസബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഡിസബിൾ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ അതേ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഞാൻ അതേ പ്രൊഫൈൽ തിരഞ്ഞെടുത്തു. നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഉണ്ടല്ലോ, അത് ഞാൻ വീണ്ടും ഇവിടെ അതേപോലെ തന്നെ പേസ്റ്റ് ചെയ്യാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രീവ്യൂ തമ്പനെയിൽ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ചെയ്യുമ്പോൾ ആ വീഡിയോ എന്താണെന്നും അതിൻ്റെ തമ്പനെയിലും അതിൻ്റെ പ്രീവ്യൂ ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രശ്നം സോൾവ് ആയല്ലോ. ഈ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൽ നമ്മൾ സുഹൃത്തുക്കൾക്ക് ടൈപ്പ് ചെയ്ത് ഇതുപോലെ മെസ്സേജ് അയക്കും. എന്നിട്ട് അടുത്ത ലൈൻ എഴുതാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ എൻ്റർ കീ കാണില്ല, ഇവിടെ സെൻഡ് കീ ആണുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ അത് സെൻഡ് ആകാണ്. നമുക്ക് അടുത്ത ലൈൻ എഴുതാനുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. പല ആളുകളും ധരിച്ചത് ഇത് കീബോർഡിൻ്റെ പ്രശ്നം എന്നാണ്. പക്ഷേ കീബോർഡിൻ്റെ പ്രശ്നമല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് എൻ്റർ ഈസ് സെൻഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. എനബിൾ ആണെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ അതേ സുഹൃത്തിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതുപോലെ സെൻഡ് ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത ലൈൻ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റർ കീ വന്നു കഴിഞ്ഞു. വീണ്ടും അടുത്ത ലൈൻ എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് എത്ര ലൈന് വേണമെങ്കിലും ഇവിടെ സെൻഡ് ചെയ്യാം. ഓക്കെ, എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതാ ഇവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ലൈനായിട്ട് എഴുതിയത് അവിടെ സെൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. വളരെ സിമ്പിൾ ആണെങ്കിലും ഒരുപാട് ആളുകൾക്ക് വളരെയധികം തലവേദന പിടിച്ച രണ്ട് പ്രശ്നങ്ങളാണ് ഈ രണ്ട് പ്രശ്നങ്ങൾ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഒരുപാട് ആളുകൾക്ക് അറിയുന്ന സെറ്റിങ്സ് തന്നെയാണ്, എന്നാലും അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.